കൊച്ചേ കരയുന്നത്? എന്നെ കേട്ടത് ബസ് പോയി. ഓഹോ, ഞങ്ങള് വേറെ ബസ് കയറ്റി വിടാം. കാശുണ്ടോ? എന്റെ കാശില്ല. കാശില്ലെങ്കിൽ എന്താ, മാലയുണ്ടല്ലോ. പുസ്തകം തട്ടി പുറത്തോട്ട് പോകുന്നു. അയ്യോ, മാല പൊട്ടിച്ചു. അവൻ കൊണ്ടുപോയില്ലല്ലോ. എന്നാ പെട്ടി പോയിക്കോ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. എവിടെയാ വീട്? അതോ അവിടെ. വരൂ, ഞാൻ കൊണ്ടാക്കി തരാം. നിനക്ക് അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു കയറിയോ എന്നറിയാൻ നീ ബസ് വിടാമോ? പിന്നീട് വഴിക്ക് വെച്ച് എന്തുണ്ടായി നീ അറിഞ്ഞോ? അബദ്ധമോ? ഇവിടെ വന്ന് കാശ് വാങ്ങിക്കുന്ന കാര്യത്തിൽ നിനക്ക് അബദ്ധമൊന്നും പറ്റാറില്ലല്ലോ. മേലിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ നിന്റെ ബസ്സും ഈ നാട്ടിൽ കാണില്ല. കെയർഫുൾ. മിടുക്കൻ. നിനക്ക് എന്ത് തന്നാലും മതിയാവില്ല. ഇതാ. വേണ്ട സാർ, എനിക്ക് കാശൊന്നും വേണ്ട സാർ. എന്റെ ഒരേ ഒരു മകളാണ് ഡെയ്സി. അവൾക്ക് അമ്മയില്ല. അവളെ യാതൊരു കുഴപ്പവും കൂടാതെ നീ ഇവിടെ എത്തിച്ചല്ലോ. അതിനുള്ളൊരു സമ്മാനമാണെന്ന് കരുതിയാൽ മതി. അത് വാങ്ങിച്ചോ? വേണ്ട സാർ, എനിക്കൊരു ജോലി തന്നാ മതി. എനിക്ക് ആരുമില്ല. ഞാൻ കള്ളവണ്ടി കയറി അവിടെ വന്നത്. നിനക്ക് എന്ത് ജോലി തരാനാ? ചുമടൊരു പയർ മതി സാർ. അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കൂ? എന്നാ വീട്ടുജോലി ചെയ്യാം സാർ. ഇവിടെ വീട്ടുജോലിക്ക് കത്രീനയുണ്ട്. പക്ഷെ നിന്നെ പറഞ്ഞു വിടാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അവനവിടെ നിക്കട്ടെ ഡാഡി. ശരി മോളെ. മോള് പറഞ്ഞ പിന്നെ ഡാഡിക്ക് ചെയ്തിട്ടുണ്ടോ? നീ നിന്നെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിന്നോ. ശരി സാർ. കത്രീന, ഇവനെ വിളിച്ചുകൊണ്ടുപോയി വല്ല ആഹാരം കൊടുക്കും. വാടക ചേർക്കാം. ചാർജ്മാൻ ലീവ് കഴിഞ്ഞ് ഇതുവരെ വന്നില്ലേ? ഇല്ല, അങ്ങ് ഇന്ന് ഇൻസ്പെക്ഷൻ വരുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല. എടോ, മുന്നറിയിപ്പില്ലാതെ വന്നാലേ കള്ളത്തരം മുഴുവൻ കണ്ടുപിടിക്കാൻ കഴിയും. അത് ശരിയാ. ഞാനൊരു സാധാരണ ലേബറായിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയത്. എനിക്ക് എന്റെ ഡ്യൂട്ടിയിൽ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ വരെയായത്. അത് എന്റെ കീഴ് ജീവനക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. കമാൺ. ഡ്യൂട്ടി സമയത്ത് ഷീട്ട് കളിയാണല്ലേ? നീയൊക്കെ മാസം തോറും ശമ്പളം വാങ്ങിക്കുന്നില്ലേ? എന്നിട്ട് ഇതാണ് ജോലി? സാർ, ഞങ്ങൾ ഓർമ്മനെവിടെ? എടോ, താനിങ്ങനെ ഡ്യൂട്ടി സമയത്ത് പോത്തിനെ പോലെ കിടന്നുറങ്ങിയാൽ തന്റെ കീഴിലുള്ളവർ ഷീട്ട് കളിക്കുന്നത് തെറ്റല്ല. എന്നോടല്ല ക്ഷമ പറയേണ്ടത്. അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോ തുക കുറയും. അപ്പോഴവിടെ പറഞ്ഞാൽ മതി. ഐ റിപ്പോർട്ട് ദിസ്. ഇത്ര എളുപ്പം പോളിഷ് ചെയ്തോ? ഡെയ്സിക്ക് സ്കൂളിൽ പോണ്ടേ? അതുകൊണ്ടാ ഞാൻ ഇത്ര എളുപ്പം പോളിഷ് ചെയ്ത്. ബാല എന്റെ കൂടെ സ്കൂളിൽ വരുന്നോ? എന്തിനാ? പഠിക്കാൻ. എന്നെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുവോ? ബാലിനെ ഞാൻ പഠിപ്പിക്കാം. ഡെയ്സിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്നല്ല, ഇവിടെ വന്ന് പറഞ്ഞു തരാം. പറ. ഇവനിപ്പോ ഇംഗ്ലീഷ് പഠിച്ച് വലിയ സഹായിക്കാവാൻ പോവല്ലേ? എടാ, കുഞ്ഞിന്റെ പെറ്റിക്കോട്ട് നനച്ച് വെച്ചിട്ട് പോയി നലക്കിയിട്. കത്രീനമ്മ ചലക്കിട്ടാ മതി. കുഞ്ഞാ ഇവനെ ചീത്തയാക്കുന്നത്. ഓൾട്ടിൻ കലക്കി വെച്ചിട്ടുണ്ട്. മോള് വാ, കുടിക്കാം. ചോറ് കൊണ്ടുവന്നോ? ഓഫീസിൽ കൊണ്ടുപോയി വെച്ചേക്കും. ഞാൻ ആ ട്രെയിൻ നന്നാക്കുന്നിടത്തുനിന്ന് പോയി കണ്ടോട്ടെ? ആ ഇഞ്ചിൻ ഇടയ്ക്കൊന്നും പോയി കുടുങ്ങരുത്. സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി സാർ. സാർ, ദയവ് ചെയ്ത് നടപടികൾ എടുക്കരുത്. ഞാൻ ഇനിമേൽ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോളാം സാർ. ഐ എം സോറി. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? 5-6 കുഞ്ഞുങ്ങളുണ്ട് സാർ. ശമ്പളത്തിൽ 10 രൂപ കുറഞ്ഞാൽ വീട് കഷ്ടത്തിലാകും. എടോ,
ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമില്ലാത്തവരൊക്കെ കഷ്ടപ്പെട്ടേ പറ്റൂ. ഇത്തവണത്തേക്ക് ഒരു മാപ്പ് തരണം. ഐ ആം എ ഹ്യൂമൻ ബീങ്. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. പോയിക്കോ. താങ്ക് യു സർ. അയ്യോ ഡാഡിയുടെ കണ്ണാടി. അയ്യോ പൊട്ടിപ്പോയല്ലോ. ഡാഡി അറിഞ്ഞ എന്നെ തല്ലും. ഇനി എന്ത് ചെയ്യാനാ? ഡാഡി ചോദിച്ചാ നമുക്കറിയാൻ പാടില്ല എന്ന് പറയണം. ഡാഡിയോട് കള്ളം പറയുന്നത് ശരിയാണോ ഡേസി? എന്നാടാ കുഞ്ഞിനോടുത്ത രഹസ്യം പറയുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്തെന്നാ കയ്യില്? എടാ എണ്ണം കെട്ടവനെ, സായിപ്പിന്റെ കണ്ണാടി നീ പൊട്ടിച്ചോ? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ സായിപ്പ് ഇങ്ങോട്ട് വരട്ടെ. ഇന്നത്തോണ്ട് നിന്റെ പുറത്ത് ഞാൻ അവസാനിപ്പിച്ചേക്കാം. വാ കുഞ്ഞെ. ഇനി നീ ഒന്നും നശിപ്പിക്കാൻ കണ്ണാടി പൊട്ടിച്ചു. ഡാഡി പാലിനെ തല്ലില്ലേ? മോള് മാറിയൊക്കെ വേണ്ടി നടന്നു നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്റെ തെറ്റാണ്. തല്ലില്ലേ ഡാഡി? ഞാനാ കണ്ണാടി പൊട്ടിച്ചത്. അയ്യോ അതെ ഡാഡി. ബാല, ഞാൻ ഇത്രയൊക്കെ തല്ലിയിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? ഡേസിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയാ. കഷ്ടമായി പോയല്ലോ. കണ്ണാടി പൊട്ടിച്ചത് ഇവനാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു. നീ വിചാരിച്ചു പോയിന്റെ മുമ്പ്. ബാല, എന്റെ കുഞ്ഞിനോട് നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ ഇനി ഈ വീട്ടിലെ വേലക്കാരനല്ല, ഈ കുടുംബത്തിലൊരു അംഗമാണ്. നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകരുത്. ഇല്ല സർ, ഞാൻ എവിടെയും പോയില്ല. ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ കൂടി തന്നതായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ഡാഡി, ബാലന് ട്രെയിൻ ഓടിക്കാനാ ഇഷ്ടം. ട്രെയിൻ ഓടിക്കാനോ? വെരി ഗുഡ്. എന്നെ പോലെ ഒരു റെയിൽവേ ജീവനക്കാരനാകാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കത് അഭിമാനം. നിനക്കും രാഘവനും എല്ലാം കാലം തെളിയാൻ പോകുന്നല്ലോ. എന്താ സാറേ, ഭാഗ്യക്കുറി വല്ലതും മുന്നിട്ടുണ്ടോ? ഭാഗ്യക്കുറിയൊന്നുമല്ല. ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻമാരിൽ ചിലരുമൊക്കെ ഡ്രൈവർ പോസ്റ്റ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് എന്നാലും ഞാൻ കിട്ടാവുള്ളല്ലേ. പക്ഷെ ഉടനെ കിട്ടണമെങ്കിൽ കാണേണ്ടവരൊക്കെ വേണ്ടതുപോലെ കാണണം. ഓ, ആരെ കാണണമെന്നാ? ആദ്യം ഫോർമാനായ എന്നെ തന്നെ കാണണം. ലിസ്റ്റ് തയ്യാറാക്കുന്നതേ ഞാനാ. അപ്പോൾ നിങ്ങൾക്ക് കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലിസ്റ്റ് ചേർക്കൂല അല്ലേ? നീ മിണ്ടാതിരിക്കട. എത്രയോ വർഷമായിട്ട് തീയും കരിയും തിന്ന് ജീവിക്കുന്നവരാ നമ്മൾ. ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടേ ഡ്രൈവർ പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. രാഘവ, ഇവൻ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ബലം വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ ഇതൊന്നും വിശ്വസിക്കരുത്. സാറേ, ഞങ്ങൾ ഒരുമിച്ച് ജോലി കയറിയവരാ. പ്രമോഷൻ കിട്ടുന്നെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് തന്നെ കിട്ടും. ചായ എന്താണ് ബോൾമാൻ സാറ് ഇന്ന് ലെക്ചർ അടിക്കുന്നത്? എടോ, താൻ പാസ് വാങ്ങിച്ചോണ്ടാണോ ലോക്കോ ഷെഡിൽ ചായ കൊണ്ടിരുന്നത്? ഈ തീവണ്ടി ഓഫീസിൽ നമ്മുടെ ബാപ്പായും ഉപ്പുപ്പായും ചായ കച്ചവടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തീവണ്ടി കണ്ടുപിടിച്ച ബ്രണ്ടൻ സാഹിബിന് നമ്മുടെ ഉപ്പുപ്പ ഈ ലോക്കോ ഷെഡിൽ ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാസ് നമ്മുടെ കയ്യിലുണ്ട്. എടോ, പാറുണ്ടോന്നാ ചോദിച്ചത്? ഉണ്ട് സാറേ. ഇതാ താൻ ഓഫീസിൽ ഒന്ന് എന്നെ കാണണം. ഉത്തരവ്. മമ്മൂക്കയുടെ ഫോർമാൻ ഇത്ര കോപം? ഓന് കെട്ടിയോളും 3 കൊച്ചുങ്ങളും പേരക്കിടാങ്ങളും കൂടെ 12 എണ്ണം ഉണ്ട്. അതിന് ചെലവിന് കൊടുക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കമ്മീഷൻ ചോദിക്കും, നമ്മൾ കൊടുക്കൂല. അതിന്റെ വിരോധമാ. പടച്ചോ സത്യം, നമ്മളിവിടെ വരുന്നത് കാശുണ്ടാക്കാനല്ല, ഇങ്ങനെ എനിക്ക് ചങ്ങായിമാരെ കാണാൻ വേണ്ടിയാ. നമുക്ക് ഇയാള് മേലെ മമ്മൂക്ക ശല്യം ചെയ്യലുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയർ സാറിനോട് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇപ്പൊ ഓഫീസിലില്ലേ? എവിടെ പോയി? അദ്ദേഹത്തിന്റെ മകൾ ഡെയ്സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരിക. അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. യാത്രയൊക്കെ എങ്ങനെ? സുഖമായിരുന്നു ഡാഡി. എക്സാമിനേഷൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും. വെരി ഗുഡ്. അങ്ങനെ നിന്റെ പഠിത്തം തീർന്നു. ഇനി അടുത്ത കാര്യം നോക്കണം.
ബാലൻ വന്നില്ലേ ഡാഡി? അവനിന്ന് ഡ്യൂട്ടിയുള്ള ദിവസമല്ലേ, ഇപ്പൊ വീട്ടിലെത്തിക്കാണും. ഡേസി, നീ എന്നെ അവനെ ബാലെന്ന് വിളിക്കരുത്. അവൻ നിന്നെ പോലെ വലുതായില്ലേ.